കയറി. അച്ചു ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും ക്രെയിനിലുണ്ട്. എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ഈ കുട്ടിക്കലാശത്തിൽ കാണാത്തൊരു കാഴ്ചയാണ്. വലിയ ആകാശത്തോടൊപ്പം അല്ലെ, ആകാശ ചരിവിലേക്ക് പൊങ്ങുന്ന ക്രെയിനിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കാണുന്നത് അല്ലെ, തരൂർ സെൽഫി എടുക്കാം. അവിടെ പൂരത്തിന്റെ ഒരു സെൽഫി എടുക്കാം. അതെ, ഒരു വർണ്ണപ്രപഞ്ച വർണ്ണമഴ. വർണ്ണമഴ. ഒരിടത്ത് ചുവപ്പ് മഴ, ഒരിടത്ത് ത്രിവർണ്ണ മഴ, ഒരിടത്ത് കാവ് മഴ, രാഷ്ട്രീയ മഴ. തിരുവനന്തപുരത്ത് ഒന്നാകെ രാഷ്ട്രീയ മഴ. പേരൂർക്കടയിൽ രാഷ്ട്രീയ മഴ. വിവിധ കൊടികൾ ഉയരുപതാകെ, പാറുപതാകെ, പാറുപതാകെ, വറക്കുപതാകെ എന്ന മുദ്രാവാക്യമായ പാറുപതാകെ, വറക്കുപതാകെ, നക്ഷത്രാക്കല്ല പഴയ മുദ്രാവാക്യം. അതെല്ലാം ഇപ്പൊ ഇവിടെ ചെലവാക്കുക. എന്തൊരവസ്ഥയായത് അല്ലേ. ആവേശം ആകാശത്തോളം. സംസ്ഥാനത്ത് 41,976 പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മറ്റൊരു വിവരം കൂടിയുണ്ട് വിജയകുമാർ. യൂട്യൂബിൽ മാത്രം നമ്മുടെ 23,000-ലധികം പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ ഈ തത്സമയ കൊട്ടിക്കലാശ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക്സ് യൂട്യൂബ് വ്യൂവേഴ്സ്. അതേപോലെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകമെമ്പാടും ഈ ഉപഗ്രഹം വഴിയും അല്ലാതെയും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. ബഹുദൂരം മുന്നിലാണ് നമ്മൾ. ഓക്കെ, നമുക്ക് അത് നമുക്കൊരു അഹങ്കാരമല്ല, കാര്യം പ്രേക്ഷകരാണ് ഇക്കാര്യത്ത്. അങ്ങനെയാണ്. പ്രേക്ഷകർ നമുക്കൊപ്പം ഈ അടുത്ത 1 മണിക്കൂർ ഇടവേളയില്ലാതെ ഈ കൊട്ടിക്കലാശത്തിന്റെ പരിസമാപ്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ സന്നിവേശിപ്പിക്കും. ദൃശ്യത്തിന്റെ ഒരു ചാരത്തെയും ചോർന്നു പോകാതെ പരസ്യത്തിന്റെ ഇടവേളയില്ല. വിജയകുമാർ, ഈ മലപ്പുറത്തിന്റെ എന്താണ് എന്ന് നമുക്ക് ചോദിക്കണം. അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എല്ലാ പതാകകളും ഒരുമിച്ച് വീശുന്നത് അവിടെ കാണുന്നുണ്ട്. നേരത്തെ കുറച്ചു സമയം ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. ഇപ്പോൾ സമാധാനപരമായി ഈ അടുത്ത ഏതാനും മിനിറ്റുകൾ കൂടി മുന്നോട്ട് പോയാൽ അവിടുത്തെ ആൾക്കൂട്ടത്തെയൊക്കെ പോലീസിന് പിരിച്ചുവിടാൻ കഴിയും. പോലീസ് വിവരങ്ങൾ അവിടെ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെട്ടോ? ഷാദ്, എന്തോ ചെറിയ തള്ളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. കൊട്ടിക്കലാശം തീർച്ചയായും അത് ലീഗ് ഒപ്പം തന്നെ CPM പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. കാരണം പ്രകോപനം സൃഷ്ടിക്കാൻ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് കൊടിവീശി പ്രകോപനത്തിന് ശ്രമം നടത്തുന്നു. ആ പ്രകോപനത്തിൽ മറുഭാഗത്തുള്ള വിഭാഗം വീഴുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കങ്ങളാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ മലപ്പുറം കുന്നുമലയിൽ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് വാഹനത്തിലിരിക്കുന്നത് CPM പ്രവർത്തകരും താഴെ നിൽക്കുന്നത് ലീഗ് പ്രവർത്തകരുമാണ്. ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടത്തുകയാണ്. നടുവിൽ തമിഴ്നാട് പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. ഇതൊക്കെ പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ 3 വിഭാഗങ്ങൾ, പോലീസ് ഒപ്പം തന്നെ CPM ലീഗ് പ്രവർത്തകർ തമ്മിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വാക്കുതർക്കവും ഒപ്പം തന്നെ കാര്യങ്ങൾ സംഘർഷത്തിലേക്കുമൊക്കെ വഴിമാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പരമാവധി പോലീസ് നിയന്ത്രണം പാലിക്കുന്നുണ്ട്. പരമാവധി പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതായത് കൃത്യമായി പറഞ്ഞാൽ പോലീസിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ വലത് സൈഡിൽ BJP പ്രവർത്തകർ, നമ്മുടെ നേരെ നിൽക്കുന്നത് ലീഗ് പ്രവർത്തകർ, ബാക്ക് സൈഡിലായിട്ട് CPM പ്രവർത്തകർ. തൃശ്ശൂരിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണുന്നത്. LDFും UDFും NDAയും ഒപ്പത്തിനൊപ്പം ഒരു പ്രവചനവും സാധ്യമല്ലാത്ത തൃശ്ശൂർ മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. ആഷ്മി, തൃശ്ശൂരിൽ അവിടെ ഒരു സൈഡിൽ LDFിന്റെ ചെങ്കടൽ, മറു സൈഡിൽ ഒരു ത്രിവർണ്ണ കടൽ, ഇപ്പുറത്തൊരു കാവിക്കടൽ. അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ബാരിക്കേഡ് വെച്ച് വിഭജിച്ചു കൊടുത്ത് 3 സ്ഥലങ്ങളായി കൃത്യമായി വലിയ സുരക്ഷാ സംവിധാനത്തിൽ പോലീസ് സംവിധാനങ്ങൾ അണിനിരുന്ന് അങ്ങനെ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുറത്തേതുപോലെ ഇടകലർന്നു പോകാതെ കൃത്യമായി നോക്കുന്നു. തൃശ്ശൂരെ പോലീസ് പ്രേക്ഷകർ കൃത്യമായി കാണാം. ആ ബാരിക്കേഡ് 2 ഡബിൾ ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുകയാണ് ഓരോരോ സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങൾക്കുള്ളിൽ ഓരോരോ കടലനുഭവം കാണാം. തൃശ്ശൂർ കഴിഞ്ഞ ഒറ്റ മാസമായി വലിയ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള റോഡ് ഷോ അവിടേക്ക് എത്തുകയാണ്. ആന്റണിയെ കാണാം. അതിനിടയിലൂടെ BJPയുടെ പതാക പറക്കുന്നതും കാണാം. എനിക്ക് തോന്നുന്നു LDFും UDFും BJPയും പത്തനംതിട്ടയിലെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് അവരുടെ റോഡ് ഷോകളുമായി എത്തിയിരിക്കുകയാണ്. ഏതാനും ഒരു 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ് കൂടിയായി. വീണ്ടും ആകാശ ദൃശ്യങ്ങൾ, അവിടെ മേഘപാളിയിൽ നിന്ന് ദൃശ്യങ്ങൾ കാണാം. ആരോ ഒളിഞ്ഞു നോക്കുന്നു. മേഘപാളികൾക്കിടയിലൂടെ ആരോ ഒളിഞ്ഞു നോക്കുന്നത്. മുകളിൽ
ഓക്കെ, അച്ചു ഉമ്മനും ക്രെയിനും മുകളിൽ. അതെ. ഇനിയിപ്പോ എന്താ വേണ്ടത്? അതെ അതെ അതെ. എസ് കെ ആകാശത്തോളം ഉയരത്തിൽ തരൂർ നിൽക്കുന്നത് അവിടെ തൊട്ടപ്പുറത്ത് തരൂരിന്റെ കുറച്ച് മാത്രം മുകളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കോലമുണ്ട്. ഇപ്പോൾ ആ കോലത്തിന്റെ മുകളിലേക്ക് പോ. പത്തനംതിട്ടയിൽ പുഷ്പവൃഷ്ടി. എവിടെ നിന്നൊക്കെയാണ് ഈ വൃഷ്ടി വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും വലിയ വൃഷ്ടി, ശോഭയാണ്, ആവേശമാണ്. ഒരു മലപ്പുറത്ത് സമാധാനം കളിയാടുന്നു എന്ന് തോന്നുന്നു അല്ലേ? പത്തനംതിട്ട, മലപ്പുറം, പേരൂർക്കട, വീണ്ടും പത്തനംതിട്ട, മലപ്പുറം, പേരൂർക്കട, അതിന്റെ തൃശ്ശൂർ, വയനാട്, പാലക്കാട്, വടകരയിലേക്ക് വേണമെങ്കിൽ ഒന്ന് പോകാം. ചാലക്കുടിയാണ്. ചാലക്കുടി മണ്ഡലത്തിൽ LDF-ന്റെ പോരാട്ടം, LDF-ന്റെ പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ ആണ് പ്രേക്ഷകർ കാണുന്നത്. അവരുടെ കലാശക്കൊട്ട് ക്ലൈമാക്സിലേക്ക് പോകുന്നു. ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ചാലക്കുടിയിൽ, അവിടെ പേരൂർക്കടയിൽ, തൃശ്ശൂരിൽ, കണ്ണൂരിൽ, കാസർഗോഡ്, വടകര, മലപ്പുറത്തൊക്കെയും വലിയ തോതിൽ ആവേശത്തോടു കൂടി കുട്ടിക്കലാശം പുരോഗമിക്കുന്നു. പേരൂർക്കടയിലെ ഹെലികാം വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും എനിക്ക് തോന്നുന്ന വിവിധ പാർട്ടികളുടെ കൊടികളിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും തൃശ്ശൂരാണ്. എനിക്കൊന്ന് വിജയകുമാരൻ ആഷ്മി ഏറ്റവും നന്നായിട്ട് ഇത് വേർതിരിച്ച് സ്ഥലം കൊടുത്തുള്ള തൃശ്ശൂരാണ്. പോലീസുകാർക്ക് പൂരം നടത്തി പരിചയമുള്ളത് കാരണം അറിയാം. അത് വേണ്ട, അങ്ങനെ അത് അവർക്കൊരു അനുഭവമായി തോന്നുന്നു. അപ്പൊ എന്തായാലും വളരെ ഈ ക്രൗഡ് മാനേജ്മെന്റിൽ വളരെ ശാസ്ത്രീയമായ വഴികൾ തൃശ്ശൂർ പോലീസ് തേടിയതിന് ഏറ്റവും കൗതുകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂർ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പേരൂർക്കടയിലേക്ക് ഇതെല്ലാം ഒരുപോലിരിക്കുക. വടകരയാണോ? കേരളം മുഴുവൻ ജനായത്ത പൂരമാണ്. എല്ലാ സ്ഥലങ്ങളും കണ്ടാൽ ഒരുപോലെ, എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ആൾക്കൂട്ടം, ഒരുപോലെ ആൾക്കടൽ. അവിടെ വലിയ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. അസ്കേൻ, അവിടെ ഇടിനാദം മുഴങ്ങട്ടെ, കടൽ രണ്ടായി പിളരട്ടെ, ഭൂമി കോരി തരിക്കട്ടെ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ പല സ്ഥലങ്ങളിലും കേൾക്കണം. ആരും ഒരു പരസ്യം കയറ്റി വിട്ടു ഓണത്തിനിടെ പുട്ടുകച്ചവടം, അത് നമ്മൾ അനുവദിക്കില്ല. ഓക്കെ, ക്യാമറ പാൻ ചെയ്ത് മാറ്റൂ. ഓക്കെ, ഇനി കോട്ടയത്തേക്ക് നമ്മൾ പോകുന്നു. കോട്ടയത്തെ ദൃശ്യങ്ങൾ ഇനി കാണുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറെ നേരമായിട്ട് പ്രേക്ഷകർ ചോദിക്കുന്നത് കോട്ടയത്തൊന്നും ഇല്ലേ, എന്നതാ കോട്ടയത്തെ ദൃശ്യങ്ങൾ? ടോബി, എന്നാ നടക്കുന്നത്? എന്നാ അവിടെ എന്നാ കോട്ടയത്തൊന്നും ഒന്നും ഇല്ലേടാവൂ എന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ഇതാ കോട്ടയത്തെ ദൃശ്യങ്ങളാണ്. കോട്ടയം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു സംശയമില്ല. രണ്ട് കേരള കോൺഗ്രസുകൾ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നതിന്റെ ഒരെല്ലാം ആവേശമുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. കോട്ടയത്ത് ആവേശമുണ്ട്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ആദ്യമെത്തിയത് എന്തായാലും LDF സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി എത്തി. അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടേക്ക് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ എത്തും. അങ്ങനെ ആവേശത്തിലേക്ക് പോവുകയാണ്. ആദ്യമേ 1.5 മാസം മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ച ഒരു മണ്ഡലമാണ് കോട്ടയം. LDF സ്ഥാനാർത്ഥി ആദ്യം വരുന്നു, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആദ്യം വരുന്നു. അങ്ങനെ 1.5 മാസത്തോളം നീണ്ട വലിയൊരു പ്രചരണമാണ് നടന്നത്. അതിനുശേഷം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ കരുത്ത് ആർക്കെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഘടകകക്ഷികളായതുകൊണ്ട് തന്നെ പ്രധാന മുന്നണികളൊന്നും പ്രചരണത്തിന് ഇറങ്ങില്ല എന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. പക്ഷേ ഇവിടെ പ്രധാന മുന്നണികൾ തന്നെ CPM-ഉം കോൺഗ്രസും മുന്നിൽ നിന്ന് കേരള കോൺഗ്രസുകളെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് അവസാന ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. NDA-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ BDJS ആണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഇറങ്ങില്ലെന്ന് പറഞ്ഞിരുന്നു. ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ BJP-യും സജീവമായി രംഗത്ത് ഇറങ്ങുന്നു. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വാഹന പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് ഗാന്ധി സ്ക്വയറിൽ എല്ലാ വർഷവും നടത്തുന്ന, എല്ലാ തവണയും നടത്തുന്ന പോലെ തന്നെ വാശിയേറിയ ഒരു കലാശക്കൊട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പം ചേർന്ന് ഇനി പ്രേക്ഷകർ ചോദിക്കുന്നു, ഇനി 24 കാണില്ല, പൊന്നാനി കാണിച്ചില്ല, വടകര കാണിച്ചില്ല, കോഴിക്കോട് കാണിച്ചില്ല, ആലപ്പുഴ കാണിച്ചില്ല, പോയാലോ വടക്കൻ കേരളത്തിൽ എന്താണ്, മലപ്പുറം ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ, വടകര, കോഴിക്കോട്, പൊന്നാനി, അല്ലെ മലപ്പുറം, അവിടെ നമ്മൾ സാധ്യതകളൊക്കെ പൊന്നാനി കാണിക്കാത്താണ് ഒരു പ്രേക്ഷകനെ ആവശ്യം വിളിച്ചിരിക്കുന്നത്. അപ്പോ നിരാശപ്പെടുത്തി തൃശ്ശൂർ അങ്ങനെ കൊടുമ്പിരി കൊണ്ട് കയറി ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്. പിന്നെ അങ്ങോട്ട്
5:10 ആകുമ്പോഴേക്കും വലിയ ആള് വാഹനം കാണുന്നുണ്ട് ലൈറ്റ് ഉള്ള അതെന്താണെന്ന് അടുത്ത് ഞാൻ അതാ പറഞ്ഞത്. അത് അതിന്റെ ബാഹുബലിയിലെ ബല്ലാൽ ദേവൻ വരുന്ന ഒരു വണ്ടിയാന്ന് തോന്നുന്നു ആ വണ്ടി. എന്തായാലും അങ്ങനെ പല വണ്ടികൾ ഇങ്ങനെ വരികയാണ്, പല പല കോലങ്ങളിലെ പല വണ്ടികൾ. വെടിക്കെട്ട് തൃശ്ശൂർ വെടിക്കെട്ടില്ല ഉണ്ടാവും. തൃശ്ശൂർ വെടിക്കെട്ടില്ലാതെ എന്ത് പൂരം. അവിടെ ഇവിടെ കലാശപൂരമാണ് തൃശ്ശൂർ. അവിടെ ആകാശ ദൃശ്യങ്ങൾ, തൃശ്ശൂർ നഗരത്തെ ഒന്നാകെ ഒപ്പെടുക്കുന്ന ആകാശ ദൃശ്യങ്ങൾ ഹെലികാം പറന്നുകൊണ്ടിരിക്കുന്നത് പത്തൻസ് ഹോട്ടൽ. അവിടെ നമ്മളൊക്കെ മസാല ദോശ കഴിച്ച് പരിചയമുള്ള ഹോട്ടലിന്റെ മകളിലൂടെ അതൊരു പരസ്യമായി പോയി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മസാല കുറച്ച് കഴിച്ചല്ലേ. പടക്കം പൊട്ടുന്നുണ്ട്. തെക്കേ ഗോപുര നടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് വടക്കൻ കേരളത്തിലെ മറ്റ് ചില പ്രദേശങ്ങൾ കൂടി പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പൊന്നാനി, വടകര, കോഴിക്കോട്. പ്രിയപ്പെട്ട പ്രേക്ഷകൻ, ഞങ്ങളോട് അടിവെച്ച് പോകാൻ തീരുമാനിച്ച പ്രേക്ഷകൻ അവിടെ നിൽക്കൂ. ഇതാ പിടിച്ച പൊന്നാനി പിടിച്ചോളൂ. പൊന്നാനിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പൊന്നാനിയിൽ നമ്മുടെ റിപ്പോർട്ടർ ആരാ ഉള്ളത്? അല്ല, പൊന്നാനിയിലും പല സ്ഥലങ്ങളാണ് തോന്നുന്നു. പൊന്നാനിയിൽ പല സ്ഥലങ്ങൾ കൃത്യമായി കിട്ടുകയാണെങ്കിൽ പൊന്നാനിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചോദിക്കാമായിരുന്നു PCR. ഓക്കെ, പൊന്നാനിയിലും അതിശക്തമായ പോരാട്ടം നടന്ന പൊന്നാനിയിൽ പൊന്നാനി കാരണം ഈ ആൾക്കൂട്ടവും ഈ ശബ്ദജാലവും എല്ലാം കൂടി ചേരുമ്പോൾ ഇത് കാസർഗോഡ് എന്നുള്ള ദൃശ്യമാണ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ സിറ്റിംഗ് MP, അവിടുത്തെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ് വണ്ടിയിലേക്ക് കയറി പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആവേശഭരിതരായ UDF പ്രവർത്തകർ, അതുപോലെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഒക്കെ ആയിട്ട് അദ്ദേഹം ക്രെയിനിലല്ല സമീർ ബിൻ കരീം റെഡി ആയിട്ടുണ്ട്. പൊന്നാനിയിലെ വിഷ്വൽ കാണിച്ചാൽ നമ്മൾ സമീർ ബിൻ കരീമിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, PCR നമുക്ക് ഓവർ ടു പൊന്നാനി. സമദാനി നമുക്ക് കാണാൻ കഴിയുന്നു. എന്തൊക്കെയാണ് സമീർ ബിൻ കരീം അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്ഥാനാർത്ഥി എത്തിയോട് ഒന്നുകൂടെ ഒരു ആവേശം വരുമോ പൊന്നാനിയിൽ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ സമീർ ബിൻ കരീമിനെ കാണാനില്ല. ഓക്കെ, ഈ പൊന്നാനിയുടെ പ്രത്യേകത തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന സമീർ പേടിച്ചു. പറഞ്ഞോ സമീറെ. എല്ലാം കേൾക്കാം ഇവിടെ ഞങ്ങൾക്ക് നല്ലതായിട്ട് കേൾക്കാം. വടകര കാണിക്കാം പ്രേക്ഷകർ പറയുന്നുണ്ട്. വടകര ഇപ്പോൾ അല്പസമയത്തിന് കാണിക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ കാണുന്ന പൊന്നാനിയാണ്. അബ്ദുൾ സമദ് സമദാനി അവിടുത്തെ സ്ഥാനാർത്ഥി അബുദൂസ് തങ്ങളുടെ അടക്കം അകമ്പടിയോട് അങ്ങോട്ടേക്ക് എത്തുകയാണ്. കലാശക്കൊട്ടനായി ഇവിടെയാണ് UDF പ്രവർത്തകരും ഒപ്പം തന്നെ LDF പ്രവർത്തകരും എല്ലാവരും സംഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി ഒപ്പം തന്നെ പാലക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്ക് ഈ റോഡ് ഷോയുടെ വാഹനത്തിൽ കാണാവുന്നതാണ്. ആവേശത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഈ നമുക്ക് കാണുന്ന ദൃശ്യത്തിന്റെ മറുഭാഗത്ത് LDF പ്രവർത്തകരും റോഡ് ഷോയുടെ ഭാഗമായി എത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഓരോ പ്രവർത്തകരും ഓരോ മുന്നണിയുടെയും ഭാഗമായി ഇവിടെ കലാശക്കൊട്ടിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ്. വലിയ വാശിയേറിയ ഒരു മത്സരം. ഓക്കെ, നമുക്കിനി വിജയകുമാർ കാസർഗോഡൊക്കെ പോവാം. കാസർഗോഡ് ഈ കൊട്ടിക്കലാശത്തിന്റെ ക്ലൈമാക്സിൽ കിടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കാസർഗോഡ്. അവിടെ നിന്ന് നമുക്കൊപ്പം അരുൺ പാറാട്ട് ചേരുന്നു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ കാണുന്നത്. അവിടെ നിന്നുള്ള എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ കഴിയുന്നത്? നമ്മുടെ അരുൺ പാറക്കലല്ലേ നിൽക്കുന്നത്? നമ്മൾ കുറച്ച് നേരമായിട്ട് നോക്കി നടക്കുകയായിരുന്നു. പറയൂ അരുൺ. പൊടിക്ക് ആവശ്യക്കുറവുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ കാസർഗോഡ് നഗരത്തിലാണുള്ളത്. നഗരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ UDFന്റെ കൊട്ടിക്കലാശം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ് പ്രവർത്തകർ. ഇത്തവണയും കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDFന്റെ കയ്യിൽ തന്നെ എന്ന ഉറച്ച മുദ്രാവാക്യങ്ങളുമായാണ് ഓരോ പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകരുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ UDFന്റെ സ്ഥാനാർത്ഥി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വലിയൊരു ആവേശം, വലിയൊരു അലയൊലിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചിത്രങ്ങൾ പതിച്ച ടീഷർട്ടുകളുമായാണ് അണിഞ്ഞാണ് ഇവിടെ ഓരോ പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആവേശക്കല്ലായി കാസർഗോഡ് നഗരം മാറുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ശ്യാംകുമാർ നമുക്കൊപ്പം ചേർന്നു. ആലത്തൂർ വളരെ വാശിയേറിയ പോരാട്ടം നടന്ന ആലത്തൂർ നിന്നുള്ള കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ആലത്തൂരിലേക്ക്. PCR സ്വിച്ച് ഓവർ ടു ആലത്തൂർ. ആലത്തൂരിലെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. ഒരു വടം കൊണ്ട് പോലീസ് പ്രവർത്തകരെ വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സംഘർഷമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള പോലീസിന്റെ മുൻകരുതലാണ്. അവിടെ ആഘോഷത്തിന് കുറവില്ല. ശ്യാമ പറയാം.
ആലത്തൂരിൽ അവസാനഘട്ട പ്രചരണം റോഡിന്റെ നടുക്കോടെത്തിയപ്പോഴത്തേക്ക് ഇപ്പൊ പ്രവർത്തകരുടെ ആവേശം നിയന്ത്രിക്കാൻ പോലീസ് വടംകെട്ടി പ്രവർത്തകരെ രണ്ട് ഭാഗത്തായിട്ട് നിർത്തി. പ്രവർത്തകരും LDF പ്രവർത്തകരുമാണ് മുഖാമുഖം നിൽക്കുന്നത്. ഇപ്പോൾ പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടാണ് ആഘോഷം നടക്കുന്നത്. നടു റോഡിൽ ആഘോഷം അങ്ങ് അലയടിക്കുകയാണ്. പരസ്പരം മുഖാമുഖം നോക്കി നിന്നുകൊണ്ടുള്ള ആ ആഘോഷമാണ് ഇവിടെ ആലത്തൂരിൽ നമുക്ക് കാണുന്നത്. പൂത്തിരി കത്തിച്ചുകൊണ്ട് സംഘർഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറത്തേക്ക് സ്വിച്ച് ഓവർ ടു മലപ്പുറം. അപ്പോൾ മലപ്പുറത്ത് വീണ്ടും സംഘർഷ സാധ്യത. ഉന്തും തള്ളും നേരത്തെ നടന്ന മലപ്പുറത്ത് വീണ്ടും മുഖാമുഖം പോലീസും പ്രവർത്തകരുമായിട്ട്. ഇപ്പോൾ മലപ്പുറത്തു നിന്നുള്ള കാഴ്ചയോടെ കാണുന്ന SFയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മലപ്പുറത്ത് ഇപ്പോൾ നമ്മുടെ പ്രതിനിധിയുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജഗത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പറയൂ. അവിടെ വലിയ പ്രശ്നം, വലിയ ഭീകരമായ പ്രശ്നം ഉണ്ടാവുന്നില്ലെങ്കിൽ കൂടി ഉണ്ടാവാതിരിക്കട്ടെ. സമാധാനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ട് സമാധാനപൂർവ്വം മറ്റന്നാളെ ബൂത്തിലേക്ക് പോകാൻ പറ്റും. ചെറിയ ഉന്തും തള്ളും ചെറിയ കയ്യങ്ങൾ നടക്കുന്നു. പക്ഷേ ആ കയ്യങ്ങൾ നടക്കുമ്പോൾ സമീപനം പാലിക്കുന്നുണ്ട്, നമുക്കത് മനസ്സിലാകുന്നു. പ്രവർത്തകർ ആവേശത്തിലാണ്. എന്നാൽ ആവേശമൊന്നും ഉൾക്കൊള്ളാതെ തന്നെ പോലീസ് ആത്മസംയമനം പാലിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രതിനിധി ഷഹദ് റഹ്മാൻ അവിടെയുണ്ട്. ഷഹദ് റഹ്മാൻ, കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ റിപ്പോർട്ട് ചെയ്യൂ. ഷഹദ് റഹ്മാനെ കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് തോന്നുന്നത്. ഷഹദ് റഹ്മാന്റെ കോള് കട്ടായി. പേടിക്കണ്ട, വിഷമിക്കണ്ട. അല്ലേ, നമുക്ക് വീണ്ടും വരാം. നമ്മളിനി അടുത്ത കുന്നുമ്മൽ സ്ഥാനാർത്ഥി എത്തിയതാണ്. അവിടെ പേരൂർക്കടയിലെ കാഴ്ച കൊട്ടുംപാട്ടും നൃത്തവും അണികൾ അവിടെ അർമാദിക്കുകയാണ്. പേരൂർക്കടയിൽ ഒരു മനുഷ്യക്കടലാണ്. വലിയ രീതിയിലുള്ള ജനാരവത്തിന് പേരൂർക്കടയാണോ, വടകരയാണോ, മലപ്പുറമാണോ, കാസർഗോഡാണോ, കണ്ണൂരാണോ അറിയാത്ത മട്ടിലല്ല ഇരിക്കുന്നു. സ്ഥാനാർത്ഥിയൊക്കെ ഇറങ്ങുമ്പോൾ നേരത്തെ ഇതുപോലെ വലിയ ആൾക്കാരും രാവിലെ 4 മണിക്കൊക്കെ വലിയ ജനപ്പൂരം അവിടെ കണ്ടുകൊണ്ടിരുന്ന ഈ പോയ പ്രചരണ ദിവസങ്ങളിൽ. അപ്പൊ അതിന് സ്വാഭാവികം വടകരയിലെ ഈ ജനക്കൂട്ടം അത്ഭുതപ്പെടുന്നത് നമുക്ക് അവിടുത്തെ ഒരു ആംബിയൻസ് കയറ്റി വിട്ടാലോ അത്ഭുതകര പ്രേക്ഷകർ സമാധാനത്തോടെ നമ്മുടെ ഈ ശബ്ദ മാലിന്യം സഹിക്കാതെ അവരിതൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഓക്കെ, ആംബിയൻസ് പ്ലീസ് ചെയ്യാം. നല്ല തീരുമാനമാണ്. അതെ, പ്രശ്നം നേരത്തെ വീണ്ടും ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തർക്കവിതർക്കങ്ങൾ എന്താണ് അവസ്ഥ ഇപ്പോൾ? എല്ലാം പരിഹരിച്ചോ? ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. മലപ്പുറത്ത് കുട്ടിക്കലാശം അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുന്നു. ഏകദേശം ഇനി അരമണിക്കൂറിലധികം സമയം ഇനിയും ഉണ്ട് എന്നുള്ളതാണ് കുട്ടിക്കലാശം അവസാനിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് LDFന്റെ സ്ഥാനാർത്ഥി പി വസീഫ്, അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകർ, അതായത് ലീഗിന്റെ പ്രവർത്തകർ ലീഗിന്റെ കൊടിയേന്തിയും, അതുപോലെ തന്നെ LDFന്റെ പ്രവർത്തകർ LDFന്റെ കൊടിയേന്തിയും, മറുഭാഗത്ത് BJP പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷാവസ്ഥകൾക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു അഴിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെറിയ രീതിയിൽ സ്ക്രീനിൽ കാണാൻ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും വാക്കുതർക്കവും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തുടർച്ചയായി, അതായത് ഈ കുട്ടിക്കലാശം എപ്പോൾ ആരംഭിച്ചോ അതുമുതൽ തുടർച്ചയായി ഇത്തരത്തിൽ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച പോലീസുമായും അതുപോലെ തന്നെ ഈ പ്രവർത്തകരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. എന്നാൽ അതേ സമയത്ത് മറ്റിടത്ത് ഇത്തരത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ വാക്കേറ്റ് ബൂത്തുകളുമായി ബന്ധപ്പെട്ട് വയനാട്ടിലേക്കൊന്ന് പോയാൽ സുർജിത്ത് അയ്യപ്പൻ നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, വയനാട്ടിലെ ദൃശ്യങ്ങൾ സ്വിച്ച് ഓവർ ടു വയനാട് ചുരമായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ കയറി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് ഉണ്ടെന്ന് സന്ദീപ് വാര്യരെ കൂടി കാണാം. സുർജിത്ത് അയ്യപ്പത്ത്, പറയൂ.
കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഇപ്പോൾ ഇവിടെ ഈ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ സുരേന്ദ്രൻ സംസാരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും സുരേന്ദ്രനൊപ്പം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ ഉള്ള നേതൃനിര, ജില്ലയിലെ നേതൃനിര തന്നെയുണ്ട്. ജനങ്ങളെയും പ്രവർത്തകരെയും കാണിക്കൂ, അവരുടെ ആവേശം കൂടി കാണിക്കൂ. തിരിച്ചറിയോ മനു അത് പാൻ ചെയ്ത് കാണിക്കും. പ്രവർത്തകരുടെ ആവേശം, ആൾക്കൂട്ടം, അതെല്ലാം തന്നെ നമ്മുടെ ക്യാമറാമാൻ മനു കാണിക്കും. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും അധികം ആവേശത്തോടു കൂടി നേരത്തെ BDJS നൽകിയ സീറ്റായിരുന്നു ഇത്. അത് ഇക്കുറി ശക്തനായ സ്ഥാനാർത്ഥിയെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ശക്തനായ സ്ഥാനാർത്ഥി തന്നെ രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കും എതിരായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത. പ്രവർത്തകർ ഏറെ ആവേശത്തിൽ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ആണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇങ്ങനെ നമുക്കൊപ്പം ചേരുന്ന ആരാണ് വിജയകുമാർ? പാറശാലയിൽ ഇനി നമുക്ക് പ്ലീസ് സ്വിച്ച് ഓവർ ടു പാറശാല. പാറശാലയിലെ കാഴ്ചകളിലേക്ക്, തിരുവനന്തപുരം മണ്ഡലത്തിലെ പാറശാലയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാറശാലയിൽ നിന്ന് സലീം മാലിക് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സലീം മാലിക് വന്നു കഴിഞ്ഞു. പ്ലീസ് സലീം, പ്ലീസ് സലീം പാറശാലയിലെ കാര്യങ്ങൾ പറയൂ. ഹാഷ്മി, വിജയകുമാർ, പാറശാലയിൽ അല്പം മുൻപ് ഒരു പെരുമഴ പെയ്തു തോർന്നതേയുള്ള ആ പെരുമഴയ്ക്കും തുള്ളി മുറിക്കാനാവാത്ത ആവേശത്തിലാണ് പാറശാലയുള്ളത്. അതങ്ങ് കാസർഗോഡ് മുതൽ കേരളത്തിൽ അങ്ങേയറ്റത്തെ പാറശാല മുതൽ തെരഞ്ഞെടുപ്പ് ആവേശം, അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആവേശം, അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്നു എന്നതിന്റെ വലിയ സൂചനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത്രയും വലിയ ആവേശം, പെരുമഴയായിരുന്നു ഇവിടെ. പെരുമഴ പെയ്തിറങ്ങുമ്പോഴും ഈ തടിച്ചുകൂടിയ ജനാവലി ഇവിടെ നിന്ന് മാറിയിട്ടില്ല. മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ അതിന്റെ ആവേശത്തിന്റെ പാരമ്യത്തിലാണുള്ളത്. വലിയ ആവേശം. അല്പസമയം മുൻപ് ഇവിടെ ഒരു കുട്ടിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകുകയും അത് പോലീസ് തടയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അങ്ങനെ LDF പ്രവർത്തകരുമായി ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശാന്തമാണ്. പോലീസുകാർക്ക് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും ഈ ആവേശത്തിന് തെല്ലും കുറവില്ല എന്നുള്ളതാണ്. ആരും ഈ മഴ പെയ്ത ആ സമയത്ത് പോലും പിടിച്ചുപോയിട്ടില്ല. നേരത്തെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലമാണ്. ആ ത്രികോണപ്പോരിന്റെ എല്ലാ ആവേശവും ചൂടും ചൂരും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുണ്ട്. അത് ഇങ്ങേയറ്റത്തെ പാറശാലയിലും അതിന്റെ ആവേശം പ്രകടമാണ് എന്നുള്ളതാണ്. മണ്ഡലം കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായി പോയ LDF ഇത്തവണ 1ാമതെത്തേക്ക് എത്തിക്കാനുള്ള പരമാവധി ശ്രമത്തിലാണ്. ആ ശ്രമം അതിന്റെ എല്ലാ ആവേശവും LDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണാൻ കഴിയും. ഒപ്പം തന്നെ മണ്ഡലം തൃശ്ശൂരിലേക്കൊന്ന് പോകണം. ദൃശ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. ആഷ്മി, ഇപ്പൊ ഇതാണ് അപ്പോ തൃശ്ശൂർ സ്വരാജ് റൗണ്ടില് റൗണ്ടിന്റെ മേഘപാളികൾക്കല്ലേ, മേഘപാളികളിൽ നിന്ന് ക്യാമറ താഴേക്ക് ഇറങ്ങി വന്നതാ ഈ ദൃശ്യങ്ങൾ പകർത്തി തിരിച്ചു പോകും. ആവേശകരമായ ബോധമുണ്ടോ അങ്ങനെ? തൃശ്ശൂർ ഒരു മാസം നീണ്ട വലിയ ആവേശം. തിരുവനന്തപുരത്ത് ഡോക്ടർ ശശി തരൂർ ഇപ്പോഴും റെയിലിന്റെ മുകളിൽ തന്നെയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ആവേശം അലകടലാകുന്നു പേരൂർക്കടയിൽ. ഇനി പാലക്കാട്ട് തിരുവനന്തപുരം പേരൂർക്കട എന്നുള്ള ദൃശ്യമാണ്. ഡോക്ടർ ശശി തരൂറും അതുപോലെ പിന്നെ ആരാണ് എനിക്കൊന്ന് ഈ ക്രെയിൻ സ്പെഷ്യലിസ്റ്റുകളായി സ്ഥാനാർത്ഥികൾ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ പാലക്കാട് കാണിച്ചില്ലേ പിണങ്ങി പോകുന്നു പറയാണ്. ആരും പിണങ്ങല്ലേ. നമുക്കിനി 37 മിനിറ്റ് കൂടിയുണ്ട്, 36 മിനിറ്റ് കൂടിയുണ്ട് ഇത് അവസാനിക്കാൻ. നമുക്കിനി പാലക്കാട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പേരൂർക്കട എന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ശശി തരൂറിനെ നമ്മൾ കണ്ടു. അതുപോലെ നേരത്തെ തന്നെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ്. ക്രെയിന്റെ ഘോഷയാത്രയാണല്ലോ ഇന്ന് മിക്കവാറും. നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇവിടെ സ്റ്റുഡിയോക്കകത്തൊരു ക്രെയിൻ. ഓക്കെ, അപ്പോൾ പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടുത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, അദ്ദേഹത്തെയാണ് കണ്ടത്. നിഖിൽ പറയൂ, അവിടുത്തെ ഏറ്റവും അവസാനത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ സംക്ഷിപ്തമായി പറയൂ. ഹാഷ്മി, വിജയകുമാർ, മൂന്ന് മുന്നണികളും ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിരിക്കുകയാണ്. അവരുടെ പ്രചരണങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. മലപ്പുറത്തൊക്കെ കണ്ട പോലെ ഒരുമിച്ചെത്തി ഒരു തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 3 ഇടങ്ങളിലാണ് ഇപ്പോൾ മുന്നണികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്.
ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇപ്പോൾ BJPയുടെ പ്രചരണമാണ് കാണുന്നത്. 3 മുന്നണികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ ഇപ്പോൾ BJP ആണ് എന്ന് ഈ കൊട്ടിക്കലാശം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക അങ്ങനെയാണ്. പ്രചരണ കാലം അത്രയും ഏതാണ്ട് 35 ദിവസത്തിലധികം നീണ്ടുനിന്ന പ്രചരണ കാലത്തിൽ എത്രയും പ്രചരണത്തിൽ നീണ്ടുനിന്നത് മുന്നിട്ട് നിന്നത് മുൻതൂക്കം LDF-നായിരുന്നെങ്കിലും ഇപ്പോൾ കൊട്ടിക്കലാശത്തിൽ സ്കോർ ചെയ്യുന്നത് NDA ആണ്. നമുക്കത് കാണാൻ കഴിയുന്നു. അല്പം അപ്പുറത്തായി തന്നെ, അതായത് ഈ സുൽത്താൻപേട്ട് ഭാഗത്ത് നിന്ന് ഈ സ്റ്റേഡിയം ബൈപ്പാസ് ഭാഗത്തേക്ക് വരുന്ന ഇടത്ത് LDF-ന്റെ ഈ കൊട്ടിക്കലാശം നടക്കുന്നുണ്ട്. 3 പ്രവർത്തകർ ഒരുമിച്ച് എത്തിച്ചേർന്ന ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് 3 ഭാഗങ്ങൾ 3 വഴികൾ 3 മുന്നണികൾക്കും നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. വലിയ ആവേശം പാലക്കാട് നിന്ന് ഇനി നമ്മൾ വടകരയിലേക്ക് ദീപക് തർമ്മടം ചേരുന്നു. വടകരയിലെ ദൃശ്യങ്ങളാണ്. പേരുകടയാണോ? എന്നാ ഇത്? ആവേശക്കടൽ, ഒരു അലകടലായി ആവേശം, അതിന് അലകടലായി ആവേശം. എന്നാൽ തരിമ്പ് പോലും അതിരുവിടാതെ പേരുകട ഇത്രയധികം ആൾ പക്ഷപാതം കാണിക്കുന്നതെന്ന് ഈ ദൃശ്യം തെളിയിക്കും. ആകാശത്ത് നിന്നാണ് നമ്മൾ കാണുന്നത്. എല്ലാ കാഴ്ചകളും പ്രേക്ഷകർക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാ കൊടികളും താഴെ നിൽക്കുന്നവരും എല്ലാവരും ഉണ്ട്. പേരുകടൽ ആവേശം യഥാർത്ഥത്തിൽ വലിയൊരു മുന്നേറ്റമാണ്. സ്ഥാനാർത്ഥികളെ നമ്മൾ എയറിലാക്കാൻ പാടില്ല എന്നാണ്. ഇനി നമുക്ക് വടകരയുടെ ദൃശ്യങ്ങൾ സ്വിച്ച് ഓവർ. വടകര ഷാഫി അവിടെ ചോദിക്കുന്നുണ്ട്. എവിടെയോ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ക്യാമറയുടെ കണ്ണുകൾ വിജയകുമാർ ഷാഫിയെ പരതുന്നു. ദീപക്, ഷാഫി എവിടെ? പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. SKN പ്രേക്ഷകരുടെ ആ ഉത്തരത്തിന്, ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പം നൽകാനാകില്ല. പക്ഷേ ശൈലജ ടീച്ചർ ഇവിടെയുണ്ട്. ഇതാ ദൃശ്യങ്ങളിൽ കാണാം. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ചരിത്രമുറങ്ങുന്ന രാഷ്ട്രീയത്തിന്റെ അംഗത്തട്ടാണ് തലശ്ശേരി. ഒരുപക്ഷെ ചരിത്ര പുരുഷന്മാർ പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലം, പാർലമെന്റ് മണ്ഡലം തലശ്ശേരി പണ്ട് EK നായനാരുടെ മണ്ഡലമായിരുന്നു. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലം. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് വടകര പാർലമെന്റിലെ LDF-ന്റെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിന്റെ കൊട്ടിക്കലാശം. ഇപ്പോൾ നമ്മുടെ രാജേഷ് വെള്ളരിക്കുണ്ട്. ക്യാമറയൊന്ന് പാൻ ചെയ്യുമ്പോൾ കാണാം ചെങ്കൊടി, ഒപ്പം വിവിധ പതാകകൾ, പച്ചപ്പതാകയും ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. INL-ന്റെ പതാക കാണാനുണ്ട്, NCP-യുടെ പതാക കാണാനുണ്ട്. ഈ പതാകകൾ ഇങ്ങനെ ഉയർന്ന് വീശിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ ബൈക്ക് റാലിയായി എത്തുന്നു. ടീച്ചർ ഒരു തുറന്ന വാഹനത്തിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനാരവം കാണാം. SKN ആസ്മി കണ്ണ് തള്ളുന്നില്ലേ? അതാണ് വടകരയിലെ രാഷ്ട്രീയ ആവേശം. ഇങ്ങനെയാണ്. കളരി പരമ്പര ദേവതകളാണ് സത്യം. അംഗം വടകരയിലാണ്, തലശ്ശേരിയിലാണ് അംഗം SKN. ഓക്കെ, താങ്ക് യു. ലോകനാർക്കാവിൽ അമ്മയാണ് പറഞ്ഞത്, നേരല്ല. ഓക്കെ. അംഗം ഏറ്റവും കൂടുതൽ നടക്കുന്ന മറ്റു മണ്ഡലങ്ങൾ കൂടിയുണ്ട്. എല്ലാ മണ്ഡലങ്ങളോടും നമുക്ക് ഒരേ സമീപനമാണ്. ഇനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. കോട്ടയത്തെ ദൃശ്യങ്ങളിലേക്ക് എത്തിക്കുക. ടോബി, കോട്ടയത്തെ കഥ എന്താ? പുതിയൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 28 പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു ചേർന്ന് കോട്ടയത്ത് ആവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും BDJ സ്ഥാനാർത്ഥിയും എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ക്രെയിനിൽ UDF സ്ഥാനാർത്ഥിയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ഗാന്ധി സ്ക്വയറിലാണ്. അവിടെ ഏറ്റവും ഉയരത്തിൽ താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രെയിനിന്റെ മുകളിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് നേരെ ഓപ്പോസിറ്റായിട്ട് LDF സ്ഥാനാർത്ഥിയും LDF പ്രവർത്തകരും കേരള കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം ഉണ്ട്. ഇപ്പോൾ ആവേശകരമായ ഒരു പ്രസംഗത്തിലേക്ക് UDF സ്ഥാനാർത്ഥി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഘടകകക്ഷികളാണേലും ആവേശത്തിനൊട്ടും കുറവില്ല. എല്ലാ ആവേശത്തിലും തങ്ങളുമുണ്ട് മുൻപന്തിയിലെന്ന് അവരും പറയുകയാണ്. എല്ലാ ആളുകളും ഒരുമിച്ചെത്തിയിരിക്കുന്നു. പ്രവർത്തകരെല്ലാം ഒരുമിച്ചെത്തിയിരിക്കുന്നു. 1.5 മാസമായി നീണ്ട പ്രചരണം, അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം ഈ ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസുകൾ 4 പതിറ്റാണ്ടിന് ശേഷം കണ്ണൂരിൽ ആവേശമലതല്ലുന്ന കാഴ്ചകൾ കാണുന്നുവെന്ന് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. ഓവർ ടു കണ്ണൂർ. ഇപ്പോൾ കാണുന്നത് കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആവേശം കയറുന്നു.
എസ് കെ കയറുകയാണ്. എസ് കെ ഇനിയിപ്പോ ഷാർപ്പ് അരമണിക്കൂറാണ്. എസ് കെ നോക്കൂ, അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ കണ്ണൂരാണ്. യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.